കേരളത്തിലെ മലയാളികളായിട്ടുള്ള ആളുകൾ തന്നെ ധാരാളം സ്ഥലങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. അവരുടെ മുൻകൈയിലാണ് വലിയ തോതിൽ സഹായം നൽകാം എന്ന് പറഞ്ഞത്. വിദേശ രാഷ്ട്രങ്ങൾ, കേരളം വലിയ തോതിൽ പ്രവർത്തിക്കുന്ന, കേരളീയർ പ്രവർത്തിക്കുന്ന, ഇന്ത്യക്കാർ പ്രവർത്തിക്കുന്ന രാജ്യങ്ങളിൽ നിന്നൊക്കെ ആ സഹായം നൽകാനായിട്ട് ഉള്ള നിർദ്ദേശം വന്നു. പക്ഷേ കേന്ദ്ര ഗവൺമെന്റ് അത് അനുവദിച്ചില്ല. പക്ഷേ ഇപ്പം മഹാരാഷ്ട്രയ്ക്ക് കൊടുത്തു. അതിനകത്ത് രാഷ്ട്രീയമായിട്ട് മഹാരാഷ്ട്രയിലെ ഗവൺമെന്റ് കേന്ദ്രം ഭരിക്കുന്ന ഗവൺമെന്റുമായി ചേർന്ന് നിൽക്കുന്നൊരു മുന്നണി ആയതുകൊണ്ടാണോ എന്ന സംശയം സ്വാഭാവികമായിട്ട് തോന്നും. അപ്പോൾ ഇത്തരം നിലപാടുകൾ രാജ്യത്തിന്റെ ഐക്യത്തിന് വിവിധ സംസ്ഥാനങ്ങളോട് തുല്യമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന തോന്നലിനും തടസ്സം സൃഷ്ടിക്കുന്നുണ്ട് കേന്ദ്രത്തിന്റെ. അപ്പോൾ കേന്ദ്രത്തിന്റെ നിലപാട് ഫെഡറലിസത്തെ സഹായിക്കുന്നതല്ല. പ്രത്യേകിച്ച് വളരെ വലിയ ദുരിതം വരുന്ന ഘട്ടത്തിൽ പോലും സംസ്ഥാനങ്ങളെ വ്യത്യസ്തമായി കാണുന്ന ഒരു സമീപനം ഉണ്ടെന്നുള്ള സംശയം കേരളീയർക്ക് തോന്നിയാൽ, അല്ലെങ്കിൽ മറ്റൊരു സംസ്ഥാനത്ത് തോന്നിയാൽ അത് അത്ഭുതമില്ല. വിഴിഞ്ഞത്തിന്റെ ആ ഘട്ടത്തിൽ ചൂരൽമലയുടെ ദുരന്തത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു സഹായം പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിച്ചു. വിഴിഞ്ഞത്തിന് ഒരു വയബിലിറ്റി ഗ്യാപ്പ് ഉൾപ്പെടെയുള്ള കാര്യം പ്രതീക്ഷിച്ചു. രണ്ടും ഉണ്ടായില്ല. ഇപ്പോഴാണ് മഹാരാഷ്ട്രയ്ക്ക് ഇങ്ങനെ കൊടുത്ത കാര്യം വന്നത്. എന്തായാലും മഹാരാഷ്ട്രയിൽ അങ്ങനെ ഒരു ആവശ്യത്തിന് കൊടുത്തതിന് നമ്മൾ പിന്തുണയ്ക്കുന്നു. കാരണം ആവശ്യമുള്ളവർക്ക് കൊടുക്കണം.